ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എന്താ എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് ആവുന്നത് പോലെ ഭംഗിയിൽ ടേസ്റ്റിയിൽ കുക്ക് ചെയ്യാം. ഇന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചക്ക, അതിനുള്ള കുരു കയ്യിലുണ്ട്. അപ്പോൾ ഇന്ന് ചക്കക്കുരു കറിയും ചോറും വെക്കാമെന്ന് വിചാരിച്ച്. അതിന് നല്ലോണം തൊലി കളഞ്ഞ ചക്കക്കുരു, തക്കാളി, പച്ചമുളക്, കുറച്ച് വെല്ലുള്ളിൻ്റെ കഷ്ണങ്ങളും ഒക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ്. മഞ്ഞൾപ്പൊടി കുറച്ചധികം മുളക് പൊടിയേക്കാണ്. അപ്പോൾ ഇതൊരു സാധാരണ ഒരു ചക്കക്കുരു കറിയാണ്. ഇതിൽ മാങ്ങ ഇട്ട് വെക്കുന്നവരുണ്ട്, മുരിങ്ങ ഇട്ട് കറി വെക്കുന്നവരുണ്ട്. നമ്മൾ ചക്കക്കുരു ഈ കട്ട് ചെയ്ത് വെജീസ് മാത്രം ഇട്ടിട്ട് അങ്ങനെ ഇതെല്ലാം കൂടി കുക്കറിലിടുക. ചക്കക്കുരും തക്കാളിയും ഐറ്റംസും ഈ പൊടികളും കൂടി കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം. ചില ചക്കക്കുരു വേകാൻ കുറച്ചധികം വെള്ളം വേണ്ടി വരും, ചിലതിന് കുറച്ച് വെള്ളം മതിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ കയ്യിലുള്ള ചക്കക്കുരുവിൻ്റെ ഒരു നമുക്ക് ഇത് ഇങ്ങനെ തൊലി കളയുമ്പം തന്നെ തിരിയും എത്ര ടൈം വേവും, എത്ര വെള്ളം വേണ്ടി വരും എന്നുള്ളൊരു. അപ്പം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വിസിൽ വരുത്തി വേവിച്ചെടുക്കുക. ഇത് വേവിച്ചതിന് ശേഷം ഉടച്ചിട്ട് തേങ്ങ അരച്ച് വരും. ക്വാണ്ടിറ്റി കൂടാനോ ടേസ്റ്റ് കൂടാനോ അറിയില്ല. തേങ്ങ ഉടച്ച് വരും. അങ്ങനെ ഇത് വെന്ത് വിസിൽ വന്ന് ഫസ്റ്റ് വിസിൽ വന്നു. ഒരു ഷാറില്ലാത്ത വിസിലില്ലേ. അപ്പോൾ പറഞ്ഞത് തേങ്ങ ക്വാണ്ടിറ്റി, കറീൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാനും പിന്നെ ടേസ്റ്റിൽ വലിയ വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ആ തേങ്ങ ചേർക്കുന്നതിലും കുറച്ചും കൂടി ടേസ്റ്റ് ഇങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ അത് ആൾക്കാർ ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ 2 ആളേ ഉള്ളൂ, അതുകൊണ്ട് തേങ്ങ ചേർക്കേണ്ടിയില്ല. അല്ലാണ്ട് തന്നെ കടുകും വറ്റൽമുളകും ഇട്ടിട്ട് അത് വറവ് കഴിച്ച് എടുക്കാം. അത്രേ വേണ്ടുള്ളൂ. തേങ്ങ അരച്ച് ചേർക്കുന്നോലിക്ക് ചേർക്കാം, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളെ കറി ഇവിടെയായി. ഇനി കുറച്ച് നാട്ടിൽ നിന്നുകൊണ്ടുവന്ന കുറച്ച് ബീഫിൻ്റെ ബാക്കിയുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ചൂടാക്കിയെടുത്ത് നല്ല കുശാലായിട്ടൊരു ലഞ്ച് കഴിക്കാം.